ദുർഗാഷ്ടമി നവരാത്രി കാലയളവിലെ നമ്മുടെ സാധനയുടെ ഒരു പൂർത്തീകരണത്തിലേക്ക് കടക്കുന്ന സമയമാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കന്ന് പൂജ വയ്ക്കുന്ന ദിവസമാണ്. പൂജ വെക്കേണ്ടത് എങ്ങനെയാണ്? അന്ന് വൈകിട്ട്, അഷ്ടമി തിഥി വൈകിട്ട് വരുന്ന ദിവസം പുസ്തകം പൂജയ്ക്ക് വെക്കണം. എന്നാൽ ആയുധ പൂജ വരുന്നത് നവമി തിഥിയുടെ അന്നാണ്. വീണ്ടും അടുത്ത ഒരു വർഷ കാലയളവിലേക്ക് അവർക്ക് പ്രവർത്തിക്കാനുള്ളൊരു ഊർജ്ജത്തെ കിട്ടാനുള്ള പ്രാർത്ഥനയാണ് ശരിക്കും ഈ 3 ദിവസങ്ങൾ. പൂജ വെക്കേണ്ടത് ക്ഷേത്രത്തിൽ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്? ഒരു നിർബന്ധമില്ല. ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്തിരുന്നുള്ളൂ. എന്ത് കാര്യത്തെ നിരൂപിച്ചിട്ടാണോ വ്രതത്തെ നമ്മൾ പരിഗ്രഹിച്ചത് ആ കാര്യത്തിന് ഫലം സുനിശ്ചിതമായിട്ടും ഉണ്ടാവും. ഭഗവതി സേവയിൽ ആരെയാണ് പൂജിക്കുന്നത്? ഭഗവതി. ഏത് ഭഗവതി? ഭഗവതി സേവയിൽ സഹസ്രാര പത്മത്തിലെ ദേവതയായിട്ടുള്ള ദുർഗയാണ് പൂജിക്കുന്നത്. എന്തുകൊണ്ട് ദുർഗയെ? കള്ളന്മാരെന്ന് വിളിക്കുന്ന കാമക്രോധലോഭമോഹാദികളായിട്ടുള്ള വികാര വിചാരങ്ങൾ അടക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭഗവതി അമർച്ച ചെയ്യുന്ന ദിവസമാണ് അഷ്ടമി. ദശമി പുതിയൊരു തുടക്കമായിട്ട്, പുതിയൊരു സാധകനായിട്ട്, അല്ലെങ്കിൽ പുതിയൊരു മനുഷ്യനായിട്ട് അവർ പുറത്തേക്ക് വരികയാണ്. നമസ്കാരം രാജേഷ്. നമസ്തേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നവരാത്രി വ്രതത്തെക്കുറിച്ചും സാധനയെക്കുറിച്ചും അതിൽ എടുക്കേണ്ട വ്രതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് എങ്ങനെയൊക്കെ വ്രതം എടുക്കണം, അങ്ങനെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് അങ്ങ് വളരെ വിശദമായി പറഞ്ഞു. ഇനി പ്രധാനമായും പറയാനുള്ളതും നവരാത്രിയുടെ 3 വിശേഷപ്പെട്ട ദിവസങ്ങളെക്കുറിച്ചാണ്. ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി. ഈ 3 ദിവസങ്ങളെക്കുറിച്ച്, അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ദുർഗാഷ്ടമിയെക്കുറിച്ച്, എന്താണ് ദുർഗാഷ്ടമിയുടെ പ്രാധാന്യം, അതെങ്ങനെയാണ് പ്രത്യേകിച്ച് ആചരിക്കേണ്ടത്, അതിന് അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, അത് ഒന്ന് വിശദീകരിക്കാം. ദുർഗാഷ്ടമി നമ്മൾ നവരാത്രി കാലയളവിലെ നമ്മുടെ സാധനയുടെ ഒരു പൂർത്തീകരണത്തിലേക്ക് കടക്കുന്ന സമയമാണ്. സാധകരെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കന്ന് പൂജ വയ്ക്കുന്ന ദിവസമാണ്. പൂജ വയ്ക്കുകയെന്ന് വെച്ചാൽ അവർ ദിവസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ, അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളുടെ പുസ്തകങ്ങൾ, ഇതൊക്കെ ദേവിയിങ്കൽ സമർപ്പിച്ച് ഈ 2 ദിവസം ദേവിയിൽ ചിത്തമുറപ്പിച്ച് ഇരിക്കുക. ആയുധങ്ങളാണെങ്കിൽ ആയുധങ്ങൾ പൂജ വെച്ച് ദേവിയിൽ ചിത്തമുറപ്പിച്ചിരിക്കുകയും വിജയദശമിയോടുകൂടി പുതിയൊരു തുടക്കമായിട്ട് കണക്കാക്കിക്കൊണ്ട് ഈ ആയുധങ്ങളെ, അല്ലെങ്കിൽ പുസ്തകങ്ങളെ, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വസ്തുക്കളെ വീണ്ടും കൈപ്പറ്റുകയും ചെയ്ത് വീണ്ടും അടുത്ത ഒരു വർഷ കാലയളവിലേക്ക് അവർക്ക് പ്രവർത്തിക്കാനുള്ളൊരു ഊർജ്ജത്തെ കിട്ടാനുള്ള പ്രാർത്ഥനയാണ് ശരിക്കും ഈ 3 ദിവസങ്ങൾ. സാധകരെ സംബന്ധിച്ചിടത്തോളം സാധകരുടെ ചിത്തത്തിലെ വികാര വിചാരങ്ങളെ, അല്ലെങ്കിൽ അവരുടെ ജ്ഞാനമാകുന്ന രത്നത്തെ മോഷ്ടിക്കുന്ന കള്ളന്മാരെന്ന് വിളിക്കുന്ന കാമക്രോധലോഭമോഹാദികളായിട്ടുള്ള എന്താ പറയുക, വികാര വിചാരങ്ങളെ അടക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭഗവതി അമർച്ച ചെയ്യുന്ന ദിവസമാണ് ഈ അഷ്ടമി. അഷ്ടമിയും നവമിയും കഴിഞ്ഞാൽ ദശമി പുതിയൊരു തുടക്കമായിട്ട്, പുതിയൊരു സാധകനായിട്ട്, അല്ലെങ്കിൽ പുതിയൊരു മനുഷ്യനായിട്ട് അവർ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ മന്ത്രസിദ്ധനായിട്ടാണ് ഇവർ പുറത്തേക്ക് വരിക. സാധകരെ സംബന്ധിച്ചിടത്തോളം നവാക്ഷരി മന്ത്രത്തിൻ്റെ പുരസ്ചരണയാണ് സാധാരണഗതിയിൽ ഈ ദിവസങ്ങളിൽ 9 ദിവസങ്ങളിൽ നടക്കുക. 9 ദിവസം കൊണ്ട് 9 ലക്ഷം ജപവും 90,000 സംഖ്യ ഹോമവും 9,000 സംഖ്യ തർപ്പണവും 9 പേർക്ക് കാലുകഴിച്ചൂട്ടുമാണ് ഈ സമയത്ത് സാധകർ അനുഷ്ഠിക്കേണ്ട കാര്യം. നവാക്ഷരി മന്ത്രജപം അനുഷ്ഠിക്കേണ്ടവർ. മറ്റ് മന്ത്രജപങ്ങളുള്ളവർ അവർക്ക് യോജിച്ച തരത്തിലുള്ള, അവർക്ക് ഉപദേശിച്ച തരത്തിലുള്ള അവരുടെ ഉപദേശം അനുസരിച്ചിട്ടുള്ള, ഗുരുപദേശം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് നവാക്ഷരി മന്ത്രജപത്തിൻ്റെ സാധന ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സാധാരണക്കാരുടെ കാര്യവും. അപ്പോൾ ഈ വിജയദശമിക്ക് നമ്മളിപ്പോൾ പൂജ വെച്ച സംഗതികളൊക്കെ നമ്മൾ എടുക്കും. അപ്പോൾ ഈ പൂജ വെപ്പിനെ കുറിച്ച് ഒന്ന് പറയാമോ? പൂജ വെക്കേണ്ടത് എങ്ങനെയാണ്? അഷ്ടമി തിഥിയുടെ അന്നാണ് പുസ്തക പൂജ. അന്ന് വൈകിട്ട്, അഷ്ടമി തിഥി വൈകിട്ട് വരുന്ന ദിവസം പുസ്തകം പൂജയ്ക്ക് വയ്ക്കണം. എന്നാൽ ആയുധ പൂജ വരുന്നത് നവമി തിഥിയുടെ അന്നാണ്. അതായത് ഒരു ദിവസം കുറച്ചായിരിക്കും വയ്ക്കുക. ഇപ്രാവശ്യം നവരാത്രി 11 ദിവസം വരുന്നുണ്ട്. ആ 11 ദിവസം, അതായത് ദശമിയും കൂടെ കൂട്ടി 11 ദിവസം വരുന്നത് കൊണ്ട് ഇത്തവണ 29-ാം തീയതി വൈകിട്ട് പൂജ വെച്ചാൽ ഒക്ടോബർ 2-ാം തീയതി രാവിലെയാണ് പൂജ എടുക്കേണ്ടത്. അപ്പോൾ നവമി തിഥി 2 ദിവസം വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ചില സമയങ്ങളിൽ അങ്ങനെ വരാറുണ്ട്. അല്ലെങ്കിൽ അഷ്ടമി, ദുർഗാഷ്ടമിയുടെ അന്ന് പുസ്തകം പൂജയ്ക്ക് വയ്ക്കുക, മഹാനവമിയുടെ അന്ന് ആയുധം പൂജയ്ക്ക് വയ്ക്കുക, വിജയദശമിയുടെ അന്ന് ആയുധ പൂജ കഴിഞ്ഞ്, അല്ലെങ്കിൽ പുസ്തക പൂജ കഴിഞ്ഞ് സാധാരണ പോലെ പൂജ എടുക്കുക. പുസ്തകം പൂജ വെക്കേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കലോപാസകരൊക്കെ ആണെങ്കിൽ അവരുടെ വീണ
ആ വയലിൻ അതുപോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ പൂജ വെക്കേണ്ടത് ക്ഷേത്രത്തിൽ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവുമില്ല. ക്ഷേത്രത്തിൽ പൂജവെപ്പ് തുടങ്ങിയത് വളരെ കുറച്ച് കാലം, ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്തിരുന്നുള്ളൂ. ഈ ആളുകളുടെ എണ്ണം കൂടി ഇതൊന്നും അവനവൻ്റെ വീടുകളിൽ ചെയ്യാണ്ടായപ്പോഴാണ് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പം എല്ലാവർക്കും കൂടെ ചെയ്യാൻ എളുപ്പത്തിന് ക്ഷേത്രത്തിലൊരു എന്തായാലും നവരാത്രി മണ്ഡപം ഉണ്ടാവും. അപ്പോൾ ആ നവരാത്രി മണ്ഡപത്തിൽ പൂജ വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവനവൻ്റെ വീട്ടിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. പൂജവെപ്പിനോടനുബന്ധിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? പൂജ നമുക്ക് പ്രത്യേകിച്ച് എന്താണ്, വീട് ശുദ്ധമായി നോക്കണം. അതായത് തലേ ദിവസം തളിച്ച് വൃത്തിയാക്കി ശുദ്ധമാക്കി നമ്മൾ ഒരു വ്രതാനുഷ്ഠാനത്തോടു കൂടി നമ്മളിപ്പോൾ എന്താ ചെയ്യുക, ഒരു കെട്ടുമുറുക്ക്, ശബരിമലയ്ക്കുള്ളൊരു കെട്ടുമുറുക്ക് എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെയുള്ളൊരു വ്രതം അവിടെ ആവശ്യമാണ്. പൂജ എടുപ്പാവുമ്പോഴോ? പൂജ എടുപ്പിനും അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ അത് ആ ശുദ്ധം വൃത്തിയെല്ലാം പാലിക്കണം. പ്രത്യേകിച്ച് ആ സമയത്ത് ഏതെങ്കിലും സ്തോത്രങ്ങളോ സ്തുതികളോ അങ്ങനെ എന്തെങ്കിലും ജപിക്കാനായിട്ട് പറയാം? ദേവി ധ്യാനത്തിലിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അധികം പാരായണം ചെയ്യാതെ ധ്യാനം, ദേവിയിൽ ചിത്തമുറപ്പിച്ച് ധ്യാനനിരതനായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രന്ഥങ്ങളെ ഒഴിവാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സംശയം ചോദിച്ചോട്ടെ. സാധാരണ പല സ്ഥലത്തും ചോദിച്ച് കേട്ടിട്ടുള്ളതാണ്, വീണ്ടും ഇവിടെയും ചോദിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ലളിതാ സഹസ്രനാമം ജപിക്കാമെന്ന് പറഞ്ഞു, ദേവീ മഹാത്മ്യം 11-ാം അധ്യായം ജപിക്കാം, സൗന്ദര്യലഹരി ജപിക്കാം. അപ്പോൾ ഈ ദിവസം ഇപ്പോൾ ഈ പൂജ വെച്ചതിന് ശേഷം ദുർഗാഷ്ടമിക്ക് ശേഷം വരുന്ന ദിവസങ്ങളിൽ ഇവ ജപിക്കേണ്ടി വരുമ്പോൾ ഈ പുസ്തകം നോക്കേണ്ടി വരില്ലേ? നോക്കാം. അപ്പോൾ നോക്കുന്നതിൽ തെറ്റില്ല, ജപിക്കുന്നതിന് കുഴപ്പമില്ല. ജപവും അല്ലെങ്കിൽ ജപത്തിന് വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള വായനയൊന്നും അവിടെ പ്രശ്നമല്ല. പറഞ്ഞിരിക്കുന്നത് നമ്മൾ നമ്മുടെ അതായത് ബാഹ്യമായിട്ടുള്ള ലോകത്ത് നമ്മൾ എഴുത്ത്, വായന, പഠിത്തം ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒഴിവാക്കാനാണ് പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ നിത്യകർമ്മം മുട്ടിക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. നിത്യകർമ്മം എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. ജപവും ഒന്നും പിന്നെ അതൊന്നും നിർത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ദേവിയിൽ ചിത്തം ഉറപ്പിച്ചിരിക്കാനാണ് ഈ ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിത്തം ഉറപ്പിക്കാൻ സഹായകരമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? നവരാത്രി വ്രതത്തെക്കുറിച്ചും ആരാധനകളെക്കുറിച്ചും അതിന് ജപിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളിപ്പോൾ പരാമർശിച്ചു. ഇനി അതിൻ്റെ ഫലശ്രുതിയിലേക്ക് വന്നാൽ, നവരാത്രി വ്രതം ആചരിക്കുന്നത് കൊണ്ട് ആചരിച്ചതിന് ശേഷം ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഉപാസകന്, ഇത് രണ്ടും രണ്ട് രീതിയിലായിരിക്കാം വരുന്നത്, അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാനസികമായിട്ടും ഭൗതികമായിട്ടും ആത്മീയമായിട്ടുമുള്ള പുരോഗതിയാണ് ഒരു വ്രതകാലയളവ് ഏത് വ്രതം കൊണ്ടും ഉണ്ടാകുന്ന ഒരു ഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ എന്താ പറയുക, മാനസികമായിട്ട് കുറച്ചുകൂടി ഒരു ഉയർന്ന തലത്തിലേക്ക് ഒരു സാധാരണക്കാരൻ്റെ ഒരു സാധകൻ്റെ തലത്തിലേക്ക് മാറും. ഒരു സാധകനായിട്ടുള്ള ആൾ കുറച്ചുകൂടെ ഉയർന്ന തലത്തിലേക്ക്, സാധനയുടെ ഉയർന്ന തലത്തിലേക്ക് മാറും. ഇതിനൊക്കെ ഒരു ഷിഫ്റ്റിംഗ് ആണ്, നമ്മൾ പറയുന്ന ഒരു ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഭൗതികമായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് വ്രതകാലയളവ് കൊണ്ടുണ്ടായ ശരീരത്തിനുണ്ടായ ബലം, വ്രതം എടുക്കുന്നത് മൂലം ശരീരത്തിനുണ്ടായ ബലം, മാനസികമായിട്ടുണ്ടായ ബലം, ആത്മീയമായിട്ടുണ്ടായ പുരോഗതി, ഇത്രയും കാര്യങ്ങൾ വ്രതകാലയളവിലുണ്ടാവും. എന്ത് കാര്യത്തെ നിരൂപിച്ചിട്ടാണോ വ്രതത്തെ നമ്മൾ പരിഗ്രഹിച്ചത് ആ കാര്യത്തിന് ഫലം സുനിശ്ചിതമായിട്ടും ഉണ്ടാവും. ഈ പൂജ എടുക്കുന്ന സമയത്ത് സാധാരണ ഇതിൽ പണ്ടൊക്കെ ഈ മണ്ണിൽ ഹരിശ്രീ ഗണപതയെ നമ അക്ഷരമാല ക്രമത്തിലൊക്കെ എഴുതുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മണ്ണൊന്നും കിട്ടാനില്ല, അപ്പോൾ പേപ്പറിലൊക്കെ എഴുതി അങ്ങനെയൊക്കെ അങ്ങ് എടുത്താൽ മതിയോ? അല്ല, മണലിൽ എഴുതാം. മണലിലോ അരിയിലോ ആണ് സാറിന് എഴുതുന്നത്. അരിയിലായാലും മണലിലോ അരിയിലോ. മണലെന്ന് പറഞ്ഞ സാധനം ഇപ്പം നമുക്ക് കിട്ടാനില്ലെങ്കിൽ പാറപ്പൊടി തന്നെ എടുക്കണം. അത് കണക്കാക്കി, അല്ലെങ്കിൽ അരി, ഉണക്കലരിയിൽ മുകളിൽ എഴുതണം. അത് അമ്പലത്തിൽ പോയിരുന്നല്ല, വീട്ടിലിരുന്നായാലും അങ്ങനെ ചെയ്യാം. പിന്നെന്താ, വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പറ്റും. ആ സമയത്ത് ഒന്ന് ഭഗവതിയെ തൊഴാം, അല്ലെങ്കിൽ ഇഷ്ടദേവനെ പോയി തൊഴാം, കുറച്ച് നേരം അവിടെയും ജപിക്കാം. അന്തരീക്ഷം ആ സമയത്ത് നല്ലതാണ് അവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രത്തിലാവാം. ഇനി അതല്ല അവനവന് വീട്ടിൽ ചെയ്യാന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യാം. 100% ചിട്ടയോടുകൂടി ഭഗവതിയിൽ ചിത്തമുറപ്പിച്ച് നവരാത്രി വ്രതം ആചരിക്കുന്ന ഒരാൾക്ക് ആത്മീയമായ ഒരു ഊർജം ഉള്ളിൽ സ്റ്റോർ ചെയ്യപ്പെടും. ഈ ഊർജം നിലനിർത്താൻ വേണ്ടി അടുത്ത വർഷത്തെ നവരാത്രി വരുന്നത് വരെ ഈ ഊർജ്ജം നിലനിർത്തണമല്ലോ. അങ്ങനെ ഊർജ്ജം നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലും പദ്ധതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്യാനായിട്ട് അങ്ങേക്ക് ഉപദേശിക്കാനുണ്ടോ? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ 10-1 ചുരുക്കിയെങ്കിലും ദിവസം ആചരിക്കുക. നവരാത്രി കാലത്ത് എന്താണോ ചെയ്തിരുന്നത് അത് 10-1 ചുരുക്കി സാധിക്കുന്ന വിധത്തിൽ ആചരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് അടുത്ത വർഷത്തേക്ക് വീണ്ടും ഈ പിതൃക്കളുടെ ബലി അതെല്ലാം വിശേഷമായിട്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് തന്നെ ഈ എന്ത് വ്രതത്തിന് മുമ്പും ഈ പിതൃബലി വളരെ വിശേഷമാണ്. പരദേവതകൾക്കുള്ള വഴിപാടും പിതൃക്കൾക്കുള്ള ബലിയും അത് രണ്ടും മുട്ടിയിട്ട് വേറെ മറ്റ് വ്രതാനുഷ്ഠാനങ്ങളോ പൂജകളോ ജപമോ ധ്യാനമോ ഒന്നും പ്രയോജനം ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ആദ്യം പരിഗണിച്ചിട്ട് വേണം ഈ വ്രതത്തിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ ഈ ശബരിമലയ്ക്കുള്ള വ്രതം എടുക്കുമ്പോഴും നവരാത്രി വ്രതത്തിനൊക്കെ നമ്മൾ പമ്പയിൽ പോയി ബലിയിടുന്നത് എന്തിനാണ്?
പമ്പയിൽ പോയി ബലിയിട്ടിട്ടല്ലേ മുകളിലേക്ക് കയറി പോകുന്നത്. അതെ അതെ. അപ്പോൾ പിതൃക്കൾക്ക് എന്ത് പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ പിതൃബലി ഏത് വ്രതപദ്ധതിയിലേക്ക് കിടക്കുമ്പോഴും അതിനു മുമ്പ് ഉറപ്പായിട്ടും അതെല്ലാം ചെയ്ത് ഉറപ്പായിട്ടും വേണം. നമ്മൾ ഒരു ഇത് പറഞ്ഞ് ഇപ്പോൾ ഇത് ശ്രാദ്ധത്തിലേക്കായി. അതായത് ഈ ശ്രാദ്ധകർമ്മങ്ങൾക്ക് ഗണപതി നിവേദ്യം ഇല്ല. കണ്ടിട്ടുണ്ടാവും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ശ്രാദ്ധം, ഒരു ബലി മുട്ടിച്ച ഒരാൾക്ക് ഒരു ഗണപതി നിവേദ്യം കഴിക്കാനുള്ള യോഗ്യത പോലും ഇല്ല. പിന്നെ ആദ്യം ബലി ഇടണം, അതിനുശേഷം മതി ഗണനായകനെ വിളിക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പം നേരത്തെയൊക്കെ ക്രിയകൾക്ക് ഇരിക്കുന്ന സമയത്ത് വൈദിക ക്രിയകളുടെ കൂട്ടത്തിൽ പുണ്യാഹത്തിനൊക്കെ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രായച്ചിത്തമോ പ്രജാപത്യകൃച്ചോ അല്ലെങ്കിൽ ഒരു ദാനമോ വാങ്ങുന്നതിന് മുമ്പ് വൈദികൻ നിർബന്ധമായിട്ടും ചോദിക്കും ഇരിക്കുന്ന ആളോട്, ബലി മുട്ടിയിട്ടുണ്ടോ? ബലി മുട്ടിയ അയാൾക്ക് യോഗ്യതയില്ല, ഇരിക്കാൻ പറ്റില്ല. പിതൃബലി കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്കേ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. സന്ധ്യാവന്ദനം മുട്ടിയാൽ പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സമാധാനം ഉണ്ടാക്കാം. പക്ഷേ പിതൃബലി മുട്ടിയാൽ രക്ഷയില്ല, പകരം ബലി ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ബലി ഒരു കാരണവശാലും മുട്ടാത്ത ആളായിരിക്കണം, ബലി മുട്ടിക്കാതെ വേണം. ഇനി അങ്ങനെ മുട്ടിയിട്ടുണ്ടെങ്കിൽ അമാവാസി സമയത്ത് അതിൻ്റെ പ്രായശ്ചിത്തമായിട്ടുള്ള ബലി, മറ്റു കാര്യങ്ങൾ, പിതൃക്കൾക്കുള്ള തിലഹോമം, ഇതൊക്കെ ചെയ്തതിന് ശേഷം പിതൃപ്രീതി വരുത്തി, പറ്റിയാൽ ഒരാളെ ഇരുത്തി കാലുകഴിച്ച് കൂട്ടി തൃപ്തിയാക്കിയതിന് ശേഷം വേണം വ്രതത്തിലേക്ക് കടക്കാനായിട്ട്. ഇതൊന്നും ചെയ്യാതെ പരദേവതയും പിതൃക്കളെയും പ്രീതിപ്പെടുത്താതെ ഞാൻ നവരാത്രി വ്രതം എടുത്തുകൊണ്ട് എനിക്ക് എല്ലാ ഫലവും ഭഗവതി തരണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. മംഗല്യദാസ്തു മമ മംഗളദേവതായ എന്നാണ്. എന്നുവെച്ചാൽ എൻ്റെ മംഗളദേവതകൾ എന്നിൽ പ്രസാദിക്കട്ടെ എന്നാണ്. മംഗളദേവതകൾ മംഗലം തരട്ടെ എന്നാണ്. അപ്പോൾ അവനവൻ്റെ മംഗളദേവതകൾ എന്ന് പറയുന്നത് പരദേവതയും പിതൃക്കളുമാണ്. പരദേവതയും പിതൃക്കളുമാണ് മംഗളദേവതകൾ. അവർ പ്രസാദിച്ചാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഏത് ദേവതയുടെയും പ്രസാദം അവനവനുണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഈ സംസാരിച്ച് വന്ന വിഷയത്തിൽ നിന്ന് ഒരല്പം മാറിയൊരു കാര്യം, ഇപ്പോൾ ഭരദേവതയുടെ കാര്യം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ഭരദേവതയുടെ പ്രാധാന്യം എത്രത്തോളമാണ്, അതൊന്ന് വിശദീകരിക്കാമോ? കാരണം ധാരാളം ആളുകൾക്ക് ഈ ഭരദേവതയെ സംബന്ധിച്ച് ധാരാളം സംശയങ്ങളുണ്ട്. അത് ഒന്ന് മനസ്സിലാകുന്ന രീതി, സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതി, സാധാരണക്കാരന് വേണ്ടി ഒന്ന് പറയാമോ? എല്ലാ പരദേവതകളും അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ഭഗവതിമാരും ഉണ്ടായത് കുലത്തിൽ നിന്നാണ്. കുലാചാരത്തിൽ നിന്നാണ് ദേവതാ ഉപാസനകൾ തന്നെ തുടങ്ങിയത്. അപ്പം ഓരോ കുലങ്ങൾക്കും പറഞ്ഞിരിക്കുന്ന ദേവതകളെ അതത് കുടുംബങ്ങൾ ആചരിച്ച് വന്നിട്ടുണ്ട് പഴയ കാലം മുതലേ. അങ്ങനെയുള്ള ദേവതകളെയാണ് പരദേവത എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ 10 തലമുറ മുമ്പുള്ള മുത്തശ്ശനുണ്ടായിരുന്ന മറുക അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീൻ വഴിയാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ജനറ്റിക്കൽ കോഡ് വഴിയാണ് ഈ പരദേവതയുടെ റിപ്പീറ്റേഷനും. ആ ദേവതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലകൾ ഇതെല്ലാം നമുക്കുണ്ടാവും. അപ്പം ഉള്ളതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. പരദേവതയെ മറന്നിട്ട് വേറെ എന്ത് ഉപാസന ചെയ്തുകൊണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പരദേവതാ പ്രീതി വരുത്തണം. അത് അവനവൻ്റെ കുടുംബത്തിലെ കാരണവന്മാരോട് അന്വേഷിച്ച് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവനവൻ്റെ പരദേവതയെ കണ്ടെത്തണം. ആ കണ്ടെത്തിയ ഒരു ക്ഷേത്രമായിരിക്കും അത് ക്ഷേത്രമായിട്ടുണ്ടാവും ഇപ്പോൾ. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ആചരിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കുരിയാലയൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള ആചരണം ചെയ്യണം. ഈ ഓരോരുത്തരുടെ വിചാരം വെച്ചാൽ ഏറ്റവും വലിയ ക്ഷേത്രം പരദേവതാ ക്ഷേത്രമായിട്ട് അങ്ങ് വിചാരിച്ചാൽ മതി. ഇപ്പോൾ മൂകാംബിക, അപ്പം അത് ഞാൻ പരദേവതയായിട്ട് അങ്ങനെ പറ്റില്ല. അവനവന് പറഞ്ഞിരിക്കുന്ന പരദേവത ചിലപ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു ദേവിയായിരിക്കും. അതാണ് നമ്മുടെ പരദേവത. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മധുര മീനാക്ഷി പരദേവതയാണെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾ പാണ്ഡ്യ മഹാരാജാവായിരിക്കണം. അത് കൊള്ളാം. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. പാണ്ഡ്യം അതേപോലെ പത്മനാഭസ്വാമി ക്ഷേത്രം പരദേവതയാണെന്ന് പറഞ്ഞാൽ അത് ഇദ്ദേഹം ആയിരിക്കണം, തിരുവിതാംകൂർ രാജാവായിരിക്കും. അദ്ദേഹത്തിന് തന്നെ അതാവും സംശയമാണ്. കാരണം അദ്ദേഹത്തിന് വേറെ ഭഗവതിമാരൊക്കെ ഉണ്ട്. ഇത് അദ്ദേഹം വരിച്ചതാണ്. പത്മനാഭൻ്റെ ദാസനായിട്ട് അദ്ദേഹം മാറുകയാണ് ഇത്. അതിന് കാരണം അതിന് മുമ്പ് അദ്ദേഹത്തിന് പരദേവതകൾ വേറെ ഉണ്ട്. അവരെയൊക്കെ അവർ നോക്കുന്നുണ്ട്. അവരെ നോക്കാതെയല്ല ഇത് നോക്കിയത്. അപ്പോൾ അതുകൊണ്ട് പരദേവത എന്ന് പറയുന്നത് അവനവൻ്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ പിതൃക്കളുടെ റിപ്പീറ്റേഷനാണ് നമ്മൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അച്ഛൻ്റെ ആവർത്തനമാണ് അതേ റിപ്പീറ്റേഷനാണ് അച്ഛൻ്റെ കാലയളവിൻ്റെ അതേ ആവർത്തനമാണ് മകൻ വരുന്നത്, അതിൻ്റെ മകൻ വരുന്നത്. റിപ്പീറ്റഡാണ്, എല്ലാം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ആ ലൂപ്പിൽ നമ്മൾ പെടുന്നതാണ് ഈ പരദേവതയും. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് അവനവനിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അല്ലെ, ഈ കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മൾ അണുകുടുംബങ്ങളിലേക്കും അതിലും താഴേക്കും ഒക്കെ പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ പഴയ കാലത്ത് നമ്മുടെ പരദേവത ഏതാണ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പലർക്കും കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി, ലിങ്ക് പോയി, ആ ബന്ധുക്കൾ ആരാണെന്ന് അറിയില്ല, കുടുംബത്തിൻ്റെ പേരറിയില്ല. അങ്ങനെയൊക്കെ വരുന്ന സ്ഥലത്ത് പലരും പരദേവതയെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അറിയാത്ത എൻ്റെ കുടുംബക്ഷേത്രം ഏതാണ്, പരദേവത ഏതാണ് എന്നറിയാത്തൊരു സാഹചര്യം വരുമ്പോൾ
അത് എങ്ങനെയായിരിക്കും അത് കണ്ടുപിടിക്കാൻ പറ്റുക? അതിനാണ് ഭഗവത് സേവ കഴിക്കുന്നത്. ആ, ഭഗവതി സേവ എന്താ ചെയ്യുന്നത്? നമ്മളെല്ലാവരും പറയും ഭഗവതി സേവയ്ക്കകത്ത്, ഭഗവതി സേവയിൽ ആരെയാണ് പൂജിക്കുന്നത്? ഭഗവതി. ഏത് ഭഗവതി? ഭഗവതി സേവയിൽ സഹസ്രാര പത്മത്തിലെ ദേവതയായിട്ടുള്ള ദുർഗയാണ് പൂജിക്കുന്നത്. എന്തുകൊണ്ട് ദുർഗയെ? എന്തുകൊണ്ട് കാളിയോ ഭുവനേശ്വരിയോ അല്ല? ഈ ദുർഗ എന്ന് പറയുന്നത് ശ്രീവിദ്യാ പദ്ധതിയിലെ, അതായത് എന്താ പറയുക, അല്ല, പദ്ധതിയെല്ലാം വിടുക, പദ്ധതിയെല്ലാം വിടുക. എല്ലാത്തിൻ്റെയും ശക്തി സ്രോതസ്സും സർവോധന പ്രീതജിത്തയായിട്ടുള്ളത് ഈ ദുർഗയാണ്. ഈ 7 ആധാരചക്രങ്ങളിലെ ഏറ്റവും മുകളിലുള്ള ദേവതയും ഒരേ ഒരു സ്ത്രീ ദേവതയും ദുർഗയാണ്. അപ്പം എല്ലാ പരദേവതകളുടെയും ശക്തി എന്ന് പറയുന്നത് ദുർഗയാണ്. ഈ ദുർഗയാണ് ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ദേവത, ഇഷ്ടദേവത, ഗ്രാമദേവത, കുലദേവത, പരദേവത, ഇതെല്ലാം നമുക്ക് ഈ ദുർഗയിൽ ആരോപിക്കാം. എന്നിട്ട് ആ ദുർഗയെ, ഇപ്പം എനിക്കിപ്പം ഇദ്ദേഹത്തിന് അങ്ങയുടെ പരദേവത എനിക്ക് അറിഞ്ഞുകൂടാ, എന്നോടൊരു ഭഗവതി സേവ കഴിക്കാൻ പറയുകയാണ്, അങ്ങേക്ക് പറഞ്ഞുകൂടാ. ഞാൻ ഇന്നയാളുടെ കുടുംബ ഭഗവതി ആയിട്ട് സങ്കല്പിച്ചാണ് ദുർഗയെ പൂജിക്കുന്നത്. അപ്പം എവിടേക്കാണോ ഇത് ചെന്ന് ചേരേണ്ടത് അവിടേക്ക് ഇത് ചെന്നോളൂ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. പക്ഷേ അപ്പോഴും അതിന് ശേഷം, ആ ഭഗവതി സേവയ്ക്ക് ശേഷം അവർ ആ കുടുംബത്തിന് ഈ ഭരദേവതയ്ക്ക് വേണ്ടി പിന്നെയും പൂജകളൊക്കെ നടത്തുന്നതിന് വീണ്ടും ഈ സംഭവം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അറിയാത്ത കാലത്തോളം ഇത് ചെയ്യേണ്ടി വരും. അവിടെ ഈ ചതുർവിധമായിട്ടുള്ള നിവേദ്യങ്ങളും വേണം. 4 തരത്തിലുള്ള നിവേദ്യങ്ങൾ വേണം. എന്തൊക്കെയാണത്? വെള്ള നിവേദ്യം, പാൽപ്പായസം, കടുംപായസം, ത്രിമധുരം. ഏത് ഭാവമാണെന്ന് അറിയാത്തതുകൊണ്ടാണ് 4 വേണ്ടി വരുന്നത് അല്ലേ? 4 തരത്തിലുള്ള നിവേദ്യങ്ങൾ. ചതുർവിധമാണ് ഏറ്റവും ഒരു നിവേദ്യത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും 4 തരത്തിലുള്ള മിനിമം. പിന്നെ അപ്പം അടയൊക്കെ ഉണ്ടാക്കാം, ഒറ്റയപ്പം, ഉണ്ണിയപ്പം, നമ്മൾ ഇഷ്ടമുള്ള പോലെയൊക്കെ ഉണ്ടാക്കാം. പാനകം ഉണ്ടാക്കാം, ഗുരുതി ഉണ്ടാക്കാം, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. പക്ഷേ മിനിമം 4 തരത്തിലുള്ള നിവേദ്യങ്ങളെങ്കിലും ഉണ്ടാക്കി വേണം അത് കഴിക്കാനായിട്ട്. അത് പരദേവതയായിട്ട് കണക്കാക്കി പരദേവതയോടുള്ള ക്ഷമയൊക്കെ പറഞ്ഞ് നമുക്ക് ഏതാണെന്ന് അറിഞ്ഞൂടാ. അപ്പം അവിടെ ആ ഭഗവത് സേവയെങ്കിൽ നമ്മൾ ചെയ്താൽ 100% ശരിയാകും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു 80% മുകളിൽ അതിന് ഫലമുണ്ട്. ഇപ്പോൾ ഈ ആധുനിക കാലത്ത് സാധാരണ ചില കുടുംബങ്ങളിൽ കാണുന്ന പെട്ടെന്നുണ്ടാകുന്ന സുഹൃതക്ഷയം, അല്ലെങ്കിൽ അവർക്ക് ഐശ്വര്യത്തിനുണ്ടാകുന്ന കേട്, അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ദൈവജ്ഞൻ ആദ്യം പറയുക നിങ്ങളുടെ പരദേവതയുമായിട്ടുള്ള കണക്ഷൻ നിങ്ങളെ വിട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലത്തും ഈ കണക്ഷൻ വിട്ടുപോകാനുള്ള സാധ്യത, കണക്ഷൻ വിട്ടുപോകുന്ന കുടുംബങ്ങളുടെ എണ്ണം കൂടി വരാനാണ് ഒരു സാഹചര്യമുള്ളത്. സത്യത്തിൽ കൂടുതലല്ല, കുറയാണ് ചെയ്യുന്നത്. ഇപ്പം എല്ലാവർക്കും പരദേവതയെ പറ്റി ധാരണയുണ്ട്. പരദേവതാ ക്ഷേത്രം ഏതാണെന്ന് അറിയാം. പലരും അവിടെ പോകുന്നുണ്ട്, വഴിപാടുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വരുമ്പോഴും നമുക്ക് പലരുടെയും കാര്യങ്ങൾ നമ്മൾ അറിയുന്നതാണ്. നേരത്തെ ഒരു 15 കൊല്ലം മുൻപ് ആരോടെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ പണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അല്ലെ മുത്തശ്ശൻ പണ്ട് അവിടെ പോയിട്ടുണ്ട്, അമ്മാവൻ ഇങ്ങനെ ചെന്നതായിട്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾ ഇന്ന സ്ഥലം കണ്ടുപിടിച്ചു. കുറച്ചൊരു ക്ലാരിറ്റി ഉണ്ട് ഇപ്പം ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് അവിടെ തരക്കേടില്ല, അവിടെ ചെല്ലാം. അങ്ങനെ ഈ പരദേവതയെ നമ്മൾ കണ്ടെത്തണം. പൊതുവേ ഒരു 1-2 വർഷം ഭഗവസേവയൊക്കെ നടത്തി കഴിയുമ്പം അവനവൻ്റെ ഭഗവതി ഏതാണെന്ന് തെളിയും. ഈ നടത്തുന്ന കുടുംബക്കാരുടെ അവർക്ക് മനസ്സിലാവും ഏതാണെന്നുള്ളത്. അതിനുള്ള എന്തെങ്കിലും നിമിത്തം ഉണ്ടാവും, ഒരു നിമിത്തമോ സാഹചര്യമോ എവിടെന്നെങ്കിലും ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ നമ്മുടെ ഇവിടെ തന്നെ ഇവിടെ നന്നായി ജപിക്കുന്ന ഒരു ചേട്ടനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭഗവതിയെ നമ്മൾ കണ്ടെത്തി. ഇതുപോലെ അറിയില്ലായിരുന്നു. കുറേ കാര്യം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സാധ്യതയില്ലാത്തടത്തും നമുക്കതിന് ഒരു മറുപടി കിട്ടി. അപ്പോൾ അത് കണ്ടെത്തി, ഭഗവതി തന്നെയാണെന്ന് മനസ്സിലായി. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ഭഗവതി, നമ്മൾ പറയില്ലേ, നമ്മളെ കാത്തിരിക്കുന്നത് പോലെ നമുക്ക് അനുഭവം വരും. ആ ഭഗവതി നമ്മളെ വളരെ കാലമായിട്ട് കാത്തിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അത്തരത്തിലുള്ളൊരു അനുഭവം അവിടെ നിന്നുണ്ടാവും. എന്തായാലും ഈ നവരാത്രി കാലത്ത് നവാക്ഷരി മന്ത്രത്തെക്കുറിച്ചും നവരാത്രി എങ്ങനെ ആചരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും, അങ്ങനെ നവരാത്രി ആചരിക്കുന്നത് കൊണ്ട് ഒരു സാധാരണക്കാരനും ഒരു സാധകനുമൊക്കെ ഉണ്ടാകാവുന്ന ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും ആത്മീയ ഉന്നതിയെക്കുറിച്ചുമൊക്കെ വളരെ ഭംഗിയായി, വളരെ ലളിതമായി അങ്ങ് ജനം ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിച്ചു തന്നു. വളരെ നന്ദി, നമസ്കാരം.